ഇന്ന് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരില് റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ദിവസം കൂടിയാണിത്. ഇന്ന് ഇതുവരെ 437 വിവാഹങ്ങൾ ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിട്ടുണ്ട്. ദേവസ്വത്തിന് കീഴിൽ വളരെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ വിവാഹങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് കല്യാണങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇപ്പം എന്താ അവസ്ഥ അവിടെ? ഗുഡ് മോർണിംഗ്. കല്യാണം മാമാങ്കം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ പുലർച്ചെ 4:10 മുതൽ ആദ്യ വിവാഹം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവതി യുവാക്കളുടെ വിവാഹം മുതൽ അങ്ങനെ വിവാഹ ഘോഷയാത്ര തന്നെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം തിരക്കുള്ള ദിവസം, ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം. 437 വിവാഹങ്ങളാണ് ഇന്നത്തെ ദിവസത്തിൽ മാത്രം ഷീട്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഷീട്ടാക്കാത്ത ഇനിയും ഒരുപാട് ആളുകളുണ്ട്. വിവാഹ സമയത്തിന് വിവാഹം കഴിക്കുന്നതിനായി പ്രത്യേകിച്ച് മുഹൂർത്തങ്ങളൊന്നുമില്ലാത്തൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. നട തുറന്നിരിക്കുന്ന മുഴുവൻ സമയത്തും വിവാഹം കഴിക്കാനുള്ള അവസരം അത്തരത്തിലുള്ള ആളുകൾക്ക്, ദമ്പതികൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും വിവാഹം കഴിക്കാമെന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിരമായി അങ്ങനെ വിവാഹം കഴിക്കുന്നതിനായി അല്ലെങ്കിൽ വിവാഹങ്ങൾ നടത്തുന്നതിനായി 5 വിവാഹ മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സ്ഥിരമായി ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം തിരക്ക് പ്രമാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആറാമതൊരു വിവാഹ മണ്ഡപം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നമുക്ക് കാണാം, ആ വിവാഹ മണ്ഡപങ്ങൾ കൂടി ഒന്ന് കാണിച്ചു പോകാമെന്ന് കരുതുന്നു. ഇങ്ങനെ ഓരോ മണ്ഡപത്തിലും 5 മണ്ഡപങ്ങൾ, 6 മണ്ഡപങ്ങളിലായി ഓരോ മണ്ഡപത്തിലും വിവാഹങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വിവാഹ സംഘത്തിനൊപ്പവും നിശ്ചിത എണ്ണത്തിലുള്ള ആളുകളെയാണ് അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും വിപുലമായ തയ്യാറെടുപ്പുകളുമൊക്കെയായി ഗുരുവായൂർ ദേവസ്വവും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. വിവാഹ മാമാങ്കമാണ് അല്ലേ? അത് ഗുരുവായൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. 480ഓളം വിവാഹം രക്ഷിച്ചിട്ടുണ്ട്. ആ വിവാഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാഹ രജിസ്ട്രേഷനാണ് ഗുരുവായൂരിൽ നടന്നത്. വളരെ ശാന്തമായി, സമാധാനപരമായി എല്ലാവരെയും. മുൻപൊക്കെ ഞങ്ങൾ ഇതുപോലെയുള്ള റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ നിന്ന് തിരിയാനിടയില്ല. പക്ഷേ ഇന്നിപ്പോൾ വളരെ വലിയ തിരക്കുണ്ടെങ്കിൽ പോലും വളരെ കൂളായിട്ട് ആളുകൾക്ക് കൈകാര്യം ഞങ്ങൾ നേരത്തെ സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രാമത്തെ സ്റ്റേജിൽ ഇത്ര മണിക്ക് അവരൊക്കെ അതുപോലെ വന്നിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയാണ് ഗുരുവായൂരിൻ്റെ ഈ വിജയം എന്നാണ് എൻ്റെ വിശ്വാസം. 6 വിവാഹ മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു മണ്ഡപത്തിൽ എത്ര പേർക്ക് വധുവരന്മാർക്കൊപ്പം നിൽക്കാൻ കഴിയും? എല്ലാവരെയും ഞങ്ങൾ കയറ്റാൻ പറഞ്ഞു. വധുമാരന്മാരുടെ കല്യാണത്തിന് വന്ന എല്ലാവരും കയറിക്കോളൂ, കഴിയുന്നത്ര. അത് പണ്ട് നിയന്ത്രണങ്ങളുണ്ട്, 25 ഒരു നിയന്ത്രണമുണ്ട്. എല്ലാവരോടും കയറാൻ പറഞ്ഞു. എല്ലാ സംവിധാനമുണ്ട്. പോലീസ് സജീവമായി, ആരോഗ്യ വകുപ്പുണ്ട്, ഫയറുണ്ട്, എല്ലാവരും. ഗുരുവായൂർ ദേവസ്വം തന്നെ ഒരു നവീകരണത്തിന്റെ പാതയിലാണെന്ന് തോന്നുന്നു. വിർച്വൽ ക്യൂ സംവിധാനം ഒരുക്കുന്നു, ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഗുരുവായൂരപ്പൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഇത്ര കല്യാണം നടക്കണം. ആ കല്യാണം മനോഹരമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങളതിൽ ആത്മാർത്ഥമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജീവനക്കാർ മുഴുവത്തിൻ്റെ പിന്നിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ് പിന്നിലാണ്. പല കോൺഫറൻസുകൾ നടത്തി. എന്നിട്ടുണ്ടാക്കിയ സംവിധാനം ഇത് ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിച്ച് ചെയ്തതാണ്. എന്തായാലും ഗോപിനാഥൻ പറഞ്ഞ പോലെ വലിയ തയ്യാറെടുപ്പുകളും മറ്റുമാണ് ദേവസ്വം നടത്തിയിട്ടുള്ളത്. ആ തയ്യാറെടുപ്പുകളുടെയൊക്കെ ഫലം നമുക്ക് നേരിട്ട് കാണാൻ ഇവിടെ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ കാത്തുനിൽപ്പ് പല കാര്യങ്ങൾക്കും, ക്ഷേത്രത്തിൽ തൊഴുന്നതിനാണെങ്കിലും അതല്ലാതെ ഇവിടെ മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതാണെങ്കിലും, വിവാഹം പോലുള്ള വാഹനപൂജയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനാണെങ്കിലും വലിയ തിരക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. വലിയ കാത്തിരിപ്പ് തന്നെ നടത്തേണ്ടി വരും. ഏതായാലും വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതികളുടെ കൂടി പ്രതികരണം നമുക്ക് തേടാമെന്ന് കരുതുന്നുണ്ട്. ഒരു മിനിറ്റ്, നവവരനെയും വധുവിനെ ഒന്ന് കാണണം.
ചിങ്ങമാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഗുരുവായൂരിൽ വലിയ തിരക്കുകൾക്കിടയിൽ വിവാഹം കഴിക്കാൻ പറ്റുന്നു. എന്തോ തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം. എപ്പോഴെത്തി വിവാഹ ഒരുക്കത്തിനും മറ്റുമൊക്കെ ആയിട്ട്? ഇന്നലെ തന്നെ എത്തി, തലേന്ന്. രാത്രി 12 മണിക്ക് എത്തി. ആദ്യമായിട്ടായിരിക്കും ഇത്ര തിരക്കിനിടയിൽ ഒരു വിവാഹം കഴിക്കുന്നത്. അതെ അതെ, ആദ്യത്തെ വിവാഹമാണ്. ഞാൻ വെറുതെ ചോദിച്ചാണ്. ആദ്യമായിട്ട് വലിയ തിരക്ക് പ്രതീക്ഷയാണോ എത്തിയത്? തിരക്ക് പ്രതീക്ഷയായിരുന്നു, അത്രയ്ക്ക് കുഴപ്പമില്ല. ചേട്ടു, നമുക്ക് കാണാം ഇങ്ങനെ ഓരോ യുവ ദമ്പതികൾ ഇങ്ങനെ വരുന്ന നവദമ്പതികൾ ഇങ്ങനെ വിവാഹം കടന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്നു. അവരുടെ കൂടി പ്രതികരണം തേടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എപ്പോഴായിരുന്നു വിവാഹം? കഴിഞ്ഞതേ ഉള്ളൂ. വലിയ തിരക്കിനിടയിൽ വിവാഹം കഴിക്കാൻ പറ്റി. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ. അതിനിടയിൽ 437 വിവാഹങ്ങളാണ് ഇന്ന് നടക്കുന്നത്. സന്തോഷം, സന്തോഷം. അങ്ങനെ തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാ ദമ്പതികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ. ഈ തിരക്കുകൾക്കിടയിലും അവരുടെ പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, പുതിയ ജീവിതം ആരംഭിക്കാൻ, ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണല്ലോ എന്തു പറഞ്ഞാലും വിവാഹം. ആ ഒരു നിർണായക ഘട്ടത്തിലെ തുടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ വലിയ തിരക്കിനിടയിലും ഏറ്റവും ശുഭകരമായ നിമിഷം വളരെ ആസ്വദിച്ച് ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 437 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. ഇനിയും വിവാഹങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. വധുവരന്മാർക്കൊപ്പം ബന്ധുക്കൾക്ക് പരമാവധി ആളുകൾക്ക് ഇതുപോലെ നമ്മൾ കാണുന്നത് പോലെ ഈ വന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ ഈ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫർമാരടക്കമുള്ള ആളുകൾക്കൊപ്പം ബന്ധുക്കൾക്കും പരമാവധി ആളുകൾക്ക് ഇത്തരത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇവിടെ വിവാഹം കഴിക്കാൻ എത്തുന്നുണ്ട്. ഇവിടെ വിവാഹ ചടങ്ങ് പൂർത്തീകരിച്ചുകൊണ്ട് മറ്റ് റിസപ്ഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പലരും സ്വന്തം നാടുകളിലും വീടുകളിലും ഒക്കെ പോയി പൂർത്തിയാക്കുന്നതാണ് പതിവ്. ഏതായാലും ഇന്ന് പുലർച്ചെ 4:10 മുതൽ ഈ വിവാഹങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ശരി. സമയത്ത് അപ്പോൾ ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിൽ ഗുരുവായൂരിൽ റെക്കോർഡ് കല്യാണങ്ങളാണ്. അപ്പൊ ഇതുവരെ 437 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറെ കല്യാണങ്ങൾ അവിടെ നടക്കാതിരിക്കും. നമുക്ക് അടുത്ത